സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ. ഈ സപ്ലൈകോയ്ക്ക് പണം കിട്ടാതിരുന്ന നിങ്ങളുടെ പ്രശ്നമാണ്. പക്ഷെ ഞങ്ങൾക്കും ഒരു ആശങ്ക ഉണ്ടെന്ന് കുട്ടികൾ ആശങ്കയുടെ കാര്യമില്ല. സപ്ലൈകോയുടെ പല ഔട്ട്ലെറ്റുകൾ നമ്മൾ പോയാലും നിത്യോപയോഗ സാധനങ്ങൾ പലതും കിട്ടാനില്ല. അതൊരു ഫാക്റ്റാണ്. സപ്ലൈകോയ്ക്ക് പണം ഉണ്ടായിരുന്നില്ല, ധനവകുപ്പിൽ നിന്ന് കാര്യമായി പണം കിട്ടിയില്ല. നമ്മൾ അതിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല. ഇത് കൊടുക്കാനുള്ള കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കും. അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള. ഇപ്പൊ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2500 കോടിയാണ്. ഒരു സാധനം അവിടെ ഇല്ല. എങ്ങനെ ഇവിടെ നമുക്ക് നോക്കാം. 280 സാധനങ്ങൾ, വിവിധ ബ്രാൻഡുകളുടെ 280-ലധികം സാധനങ്ങളാണ് കുറഞ്ഞ വിലകൾക്ക് നൽകാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് സപ്ലൈകോ അറിയിക്കുന്നത്. ശബരി ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ വിവിധ ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്തരത്തിൽ വിലക്കുറവ് കാര്യമായ രീതിയിലുള്ളത്. സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് 10% വരെ അധിക വിലക്കുറവ് നൽകും. നിലവിൽ സപ്ലൈകോയിൽ കിട്ടുന്ന വിലക്കുറവിന് പുറമെയാണിത്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും 1 കിലോ പഞ്ചസാര 5 രൂപയ്ക്ക് നൽകും. 4 ദിവസത്തിനുള്ളിൽ 38 കോടി രൂപയുടെ വിറ്റുവരവുമായി സപ്ലൈകോ. ക്രിസ്മസ് ഫെയറുകൾ ഉൾപ്പെടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഈ ദിവസങ്ങളിൽ 6 ലക്ഷത്തിലധികം ആളുകൾ സന്ദർശിച്ചു. 6 ജില്ലകളിലെ പ്രത്യേക ജില്ലാ ഫെയറുകളിൽ നിന്ന് മാത്രമായി 40.4 ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് ഇതുവരെയുണ്ടായത്. ഇതിൽ 22.32 ലക്ഷം രൂപ സബ്സിഡി ഇനങ്ങളുടെ വിറ്റുവരവിലാണ്. ഇത്തവണ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ പൊളിയാക്കാൻ ഓണക്കാലത്തെ പോലെ സപ്ലൈകോ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് വിലക്കയറ്റം. ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുമ്പോൾ മാർക്കറ്റിൽ ഇടപെടേണ്ട ഏജൻസി സപ്ലൈകോ തകർന്നു. കാശ്മീർ ക്രിസ്മസ് കാല വിപണി ഇടപെടലിന് വേണ്ടിയാണ് ഇപ്പോൾ ധനവകുപ്പ് സപ്ലൈകോക്ക് 50 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ബജറ്റിൽ അനുവദിച്ച് നീക്കിവെച്ചതിനേക്കാൾ കൂടുതൽ തുക സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടൽ നൽകി. ഇത്തവണയും 250 കോടിക്ക് അപ്പുറത്തേക്കുള്ള തുക നൽകുന്നുവെന്നാണ് ധനവകുപ്പ് ഈ നടപടിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. മാർക്കറ്റിൽ ഇടപെടാതെ വിലക്കയറ്റം ഉയർത്തിയതാണോ? അതാണോ ഇരുണ്ട യുഗം? മറ്റതാണോ? അരിക്ക് ഇങ്ങനെ വില കൂടിയാൽ നിത്യോപയോഗ സാധനങ്ങൾ പോലും സർക്കാർ സംവിധാനങ്ങൾ വഴി കിട്ടാതായാൽ നമ്മൾ ആരോട് പരാതി പറയും? പോയിന്റ് ബ്ലാങ്കിന്റെ ഈ ലക്കത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ്. അത് കാര്യക്ഷമമായി തന്നെ ആ ഭാഗം നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ വില എങ്ങനെയാണ് ഇവിടം വരെ? അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ ഒരുപക്ഷെ അതിനകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിലവർദ്ധനവ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അരി വില കൂടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അത് പതുക്കെ ഓണത്തിന് സമയം മുതൽ തുടങ്ങി ഇങ്ങ് കയറി വരികയായിരുന്നു. പക്ഷേ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് കഴിഞ്ഞ 2-3 മാസമായി അരി മാത്രമല്ല മറ്റു സാധനങ്ങൾക്ക് നമുക്ക് വരാം, പക്ഷേ വില കയറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ജനങ്ങളോട് എന്ത് സമാധാനം? ഞാൻ ഇതിപ്പോ ജിമ്മി ചോദിച്ചോണം.